ഉറങ്ങി എണീക്കുമ്പോൾ രോഗി നല്ല ഫ്രഷ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ കണ്ണിങ്ങനെ തൂങ്ങിത്തുടങ്ങും. രണ്ടായി കാണുന്നത് പോലെ തോന്നും. രണ്ട് കണ്ണും ഒരുമിച്ച് തൂങ്ങണമെന്നില്ല, ഒരു കണ്ണായിരിക്കും കൂടുതൽ തൂങ്ങി ഇരിക്കുന്നതായിട്ട് തോന്നണത്. കൈകാലുകൾ തളരും, നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും, സംസാരത്തിൽ ശബ്ദം കുറഞ്ഞു വരും, ഭക്ഷണം ഇറക്കാനും വെള്ളം കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ഈ ലക്ഷണങ്ങളെല്ലാം ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടാണ് വരിക. രാവിലെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഉച്ച കഴിയുമ്പോഴും രാത്രിയാകുമ്പോഴും രോഗി കൂടുതൽ അവശനാകും. ഇതിന് ഫെറ്റിഗബിലിറ്റി എന്നാണ് പറയുക. മയസ്തീനിയ ചിലരിൽ കണ്ണിൽ മാത്രം ബാധിക്കാം. അത് മൈൽഡ് വെറൈറ്റിയാണ്. ചിലർക്ക് കൈകാലുകൾക്ക് ശക്തി അനുഭവപ്പെടാം. ഇത് കൂടുതൽ സെവ്യർ ആയിട്ടുള്ളതാണ്. ഇനി ചിലർക്ക് കൈകാലുകളോടൊപ്പം ഭക്ഷണം ഇറക്കാനും ശ്വാസം വലിച്ചു വിടാനുള്ള ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായേക്കാം. ഇത് ഏറ്റവും സെവ്യർ ആയിട്ടുള്ളൊരു ഗണത്തിൽപ്പെട്ട മയസ്തീനിയാണ്. ചിലർക്ക് മയസ്തീനിക് ക്രൈസിസ് വരാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ശ്വാസം വലിച്ചു വിടാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നാൽ അവരെ വെന്റിലേറ്ററിലാക്കാനുള്ള സാധ്യതയുണ്ട്.